ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVS എൻവിറോൺമെന്റൽ സയൻസിലെ ചാപ്റ്റർ 3 വാട്ടർ ആൻഡ് സോയിൽ വിത്ത് ഫുൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. വാട്ടർ ആൻഡ് സോയിൽ, വെള്ളവും മണ്ണും. അപ്പോൾ ഇവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ആ പോയം നമുക്കൊന്ന് വായിച്ചു നോക്കാം. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ദെയർ ഗെയിം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടനും കുട്ടൻ്റെ ഫ്രണ്ട്സും കൂടെ എന്ത് ചെയ്തു? കളിക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ കെയിം ദ റെയിൻ ഡ്രിസിലിംഗ്. അപ്പോൾ എന്തായി? ഒരു ചാറ്റൽ മഴ വരാൻ തുടങ്ങി. ദ സ്കൈ ഡാർക്കൻഡ് ആൻഡ് ലൈറ്റ്നിങ് ഫ്ലാഷ്ഡ്. ആകാശം ഇരുണ്ടുകൂടി മിന്നല് വരാൻ തുടങ്ങി. ഓക്കെ. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് റാൻ ടു ദെയർ ഹോംസ്. അപ്പോൾ കുട്ടനും കുട്ടൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി എന്താക്കി? മഴ വരുന്നതും ഇടിമിന്നലും കേട്ടിട്ട് വീട്ടിലേക്ക് ഓടി. ലിറ്റിൽ റെയിൻ, ഫ്രഷ് റെയിൻ, പിറ്റർ പാറ്റർ സൗണ്ട്. അപ്പോൾ ചെറുതായിട്ട് നല്ല മഴ പെയ്യാൻ തുടങ്ങി. അത് ചാറ്റൽ മഴേൻ്റെ സൗണ്ട് കേൾക്കാനും തുടങ്ങി. ദെൻ ഇറ്റ് ബിക്കേം മൈറ്റി റെയിൻ. അത് കഴിഞ്ഞത് വലിയ മഴയായി മാറി. ഓക്കെ. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ ക്ലൗഡ്സ് വാനിഷ്ഡ്. അപ്പോൾ ആ ഇടിമിന്നലോടുകൂടി വന്ന വലിയ മഴ പെയ്തൊഴിഞ്ഞപ്പോൾ എന്തായി? ക്ലൗഡ്സ് വാനിഷ്ഡ് ആയി, മേഘങ്ങൾ മാറിപ്പോയി. ദ സോയിൽ കൂൾഡ് ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂംഡ്. സോയിൽ എന്തായി? തണുത്തു, പൂക്കൾ വിടർന്നു. ഓക്കെ. കുട്ടൻ ജോയിൻഡ് വിത്ത് ഫ്രണ്ട്സ് ടു പ്ലേ. കുട്ടൻ എന്താക്കി? അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. ആൻഡ് ഹാഡ് ഇനഫ് ഫൺ തകതിമിതവും. അവർ രസകരമായി അവിടെ കളിക്കാൻ തുടങ്ങി. ഓക്കെ. കൂട്ടുകാർക്ക് ഈ പോയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞത്? മഴ പെയ്തപ്പോൾ മണ്ണും ചെടികൾക്കെല്ലാം സന്തോഷമായി. മണ്ണിന് നല്ല വെള്ളം കിട്ടി, ചെടികൾക്ക് വളരാൻ വെള്ളം കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ ചെറുതായിട്ട് ഈ പോയത്തിലൂടെ പറയുന്നത്. ഓക്കെ. അപ്പം ഇവിടെ ഈ ചിത്രത്തിൽ കാണാം, ഒരു മരമുണ്ട്. മരത്തിന്റെ ഹോളിൽ പാരറ്റ് ഉണ്ട്. ഇവിടെ നിലത്ത് കുറെ ചെടികളുണ്ട്. ഓക്കെ. അപ്പം ഈ മരത്തിന്റെ ഇലകള് എന്താണ് പറയുന്നത്? Watching raindrops falling on my leaves and scattering is a fun indeed. മഴത്തുള്ളികൾ എൻ്റെ മേത്തേക്ക് വീഴുന്നതും അത് സ്പ്രെഡ് ചെയ്യുന്നതും കാണാൻ എന്ത് രസമാണെന്ന് ട്രീ പറയുകയാണ്. ഓക്കെ. അപ്പോൾ ആ ട്രീൻ്റെ സ്റ്റമ്മിലുള്ള ഒരു ഹോളിലിരുന്ന് പാരറ്റ് എന്താണ് പറയുന്നത്? I did not get wet in the rain. ഞാൻ മഴയത്ത് നനഞ്ഞില്ല. Because I was in the hole of the tree. എന്തുകൊണ്ടാ നനയാതിരുന്നത്? ഞാൻ മരത്തിന്റെ പൊത്തിലായിരുന്നു ഇരുന്നത്. It's very cold out there. പക്ഷെ പുറത്ത് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? പാരറ്റ് പറഞ്ഞു. ഓക്കെ. ഇനി ഈ താഴെയുള്ള ചെടികൾ എന്തു പറഞ്ഞു? ഇത് soil is wet and drenched. ഈ താഴെ നിലത്തുള്ള പുല്ല് പറഞ്ഞു മണ്ണ് നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ്, വെള്ളത്തിൽ കുതിർന്ന് കിടക്കുകയാണ്. ഐ വിൽ നൗ ഹാവ് ന്യൂ ഷൂട്ട് കമ്മിങ്. അപ്പം പുല്ലിനെന്താണ്? പുതിയ പുതിയ ഇലകൾ ഇനി വരാൻ തുടങ്ങുമെന്ന് പുല്ല് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ തന്നെ എത്ര പേർക്കാണ് ഓരോരോ പുതിയ കാര്യങ്ങൾ വന്നു ചേരുന്നതെന്നാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ് ആഫ്റ്റർ ദ റെയിൻ? മഴ പെയ്തു പോയതിനു ശേഷം നമ്മുടെ പരിസരത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നോക്കാം. ദ പ്ലാന്റ്സ് ആൻഡ് സോയിൽ വിൽ ഗെറ്റ് വെറ്റ്. അപ്പം മണ്ണും ചെടികളും എന്താകും? നനയും. വാട്ടർ ലെവൽ ഇൻക്രീസസ് ഇൻ റിവർ, പോൺസ് ആൻഡ് വെൽ. വെള്ളത്തിന്റെ അളവ് നദികളിലും കുളങ്ങളിലും കിണറുകളിലും എന്താകും? കൂടും. വാട്ടർ ലോഗിംഗ് വിൽ ഫോം. ഓക്കെ. വെള്ളച്ചാലുകൾ മഴ വരുമ്പോൾ നമുക്ക് കാണാം വെള്ളച്ചാലുകൾ ഒഴുകി വരുന്നത് കാണാം. അപ്പോൾ വെള്ളച്ചാലുകൾ ഉണ്ടാകാൻ തുടങ്ങും.
Streams will be formed. നീർച്ചാലുകൾ ഉണ്ടാകാൻ തുടങ്ങും. Plants get new shoots. പ്ലാന്റ്സിന് പുതിയ പുതിയ ബഡ്സ് വരാനും പുതിയ പുതിയ ഷൂട്ട് വരാനും തുടങ്ങും. We can see rainbow. ആകാശത്ത് എന്ത് കാണാൻ സാധിക്കും? മഴവില്ല് കാണാൻ സാധിക്കും. Sky will be clear. മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകാശം ക്ലിയർ ആയിരിക്കും. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദം ഇൻ യുവർ എൻവിറോൺമെന്റൽ സയൻസ് ഡയറി. അപ്പം കുട്ടികൾ ബയോളജിക്ക് വേണ്ടിയിട്ട് ഒരു എൻവിറോൺമെന്റൽ സയൻസ് ഡയറി ഉണ്ടാകും. അപ്പം ആ സയൻസ് ഡയറിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് മഴ പെയ്തു പോയി കഴിയുമ്പോൾ ഉണ്ടാവുക എന്ന് നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസും അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. Does it rain all the time in your locality? നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഫുൾ ടൈം മഴ കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് കൂട്ടുകാരുടെ ഉത്തരം? നിങ്ങളുടെ വീടിന്റെ അവിടെയൊക്കെ ഫുൾ ടൈം മഴ പെയ്യുന്നതാണോ? ആണെങ്കിൽ ആണെന്ന് എഴുതാം, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാം. ഓക്കെ, നോ. In which month do we get rain? ഏത് മാസങ്ങളിലാണ് നമുക്ക് മഴ പെയ്യുന്നത് എന്നാണ് ചോദ്യം. ഏതൊക്കെ മാസങ്ങളിലാണ് നമ്മൾ കുട പിടിച്ചു സ്കൂളിൽ പോകുന്നതെന്ന് കൂട്ടുകാരെന്ന് ആലോചിച്ചു നോക്കൂ. മെയിനായിട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങളിലാണ് കൂട്ടുകാർ കുടയൊക്കെ പിടിച്ച്, മഴയാണ് അപ്പോൾ കുടയൊക്കെ പിടിച്ച് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ മാസങ്ങളിലാണ് മഴ കിട്ടുന്നത്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം. 2 ന്യൂസ് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. സി ദ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് അബൌട്ട് ദ റെയിൻഫോൾ ഇൻ ദ മന്ത് ഓഫ് ജൂൺ ഇൻ കേരള. അപ്പം ജൂൺ മാസത്തിൽ പത്രത്തിൽ വന്ന 2 ഹെഡ്ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് വായിച്ചു നോക്കാം. ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട്. അപ്പം ഒരു ചിത്രം കൊടുത്തിട്ട് ഇവിടെ നോക്കിയാൽ കാണാം വണ്ടികളൊക്കെ വെള്ളത്തിൻ്റെ മേലെ കൂടിയാണ് പോകുന്നത്. ഈ വീടിന്റെ മേലെ കൂടെയൊക്കെ വെള്ളം കയറിയിരിക്കുന്നു. ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട്. ഓക്കെ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം വരൾച്ച, വെള്ളമില്ലാതെ വരണ്ട് വിളറിച്ച് നിൽക്കുന്ന മണ്ണിനെ നമുക്കിവിടെ കാണാം. സിവിയർ ഡിക്രീസ് ഇൻ റെയിൻഫോൾ ഇൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്. ഓക്കെ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. How do we find out the difference in the amount of rainfall? Can we measure the rainfall? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ എമൗണ്ട് ഓഫ് റെയിൻഫോൾ അളക്കാൻ പറ്റുമോ? ഓക്കെ. എങ്ങനെ നമുക്കതിനെ അളക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാം. We can see the water in the empty vessel placed in the courtyard after the rainfall. അപ്പം നമുക്ക് മഴ കഴിഞ്ഞിട്ട് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പം നമ്മുടെ മുറ്റത്തൊക്കെ ഒരു ബക്കറ്റ് വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രങ്ങളൊക്കെ നോക്കിയാൽ കാണാം മഴ കഴിയുമ്പോൾ ആ പാത്രത്തിലെല്ലാം നിറയെ വെള്ളം ഉണ്ടാവും. ഇപ്പം കുറേ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറഞ്ഞ് കവിയും. കുറച്ച് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിന്റെ അടിയിൽ കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ. അത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. ഇത് വാട്ടർ ഇൻ ദ വെസൽ ഇൻഡിക്കേറ്റ്സ് ഇത് എമൗണ്ട് ഓഫ് റെയിൻഫോൾ. അപ്പോൾ ആ പാത്രത്തിൽ ഉള്ള വെള്ളത്തിന്റെ എമൗണ്ട് ഓഫ് റെയിൻഫോളിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. വി മെഷർ ഇത് വാട്ടർ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ വെള്ളത്തിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഷാൾ വി മേക്ക് എ ഇൻസ്ട്രുമെന്റ് ടു മെഷർ ദ റെയിൻഫോൾ. അപ്പോൾ റെയിൻഫോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ? ക്യാൻ വി മെഷർ ദ റെയിൻഫോൾ? അപ്പം നമുക്ക് ആൻസർ നോക്കാം. ഇത് എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഡിഫർ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ഓരോ സ്ഥലത്തും മഴ പെയ്യുന്നത് ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് ആ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യണം. ഇപ്പം കോഴിക്കോട് കുറച്ച് മഴയെ കിട്ടിയിട്ടുള്ളൂ, പക്ഷെ തിരുവനന്തപുരത്ത് ഒട്ടും മഴ പെയ്തിട്ടില്ല. അപ്പം 2 സ്ഥലത്ത് മെഷർമെന്റ് എന്താണ്? 2 ഡിഫറെന്റ് മെഷർമെന്റ് ആണ്. അപ്പം നമുക്ക് 2 ഡിഫറെന്റ് സ്ഥലത്തും എങ്ങനെ നമുക്ക് ഈ റെയിൻഫോൾ മെഷർ ചെയ്യാൻ നോക്കാം. We can measure the amount of rainfall by collecting the rainwater in rain gauge. അപ്പം നമ്മൾ മഴ പെയ്യുന്നതിൻ്റെ അളവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റെയിൻ ഗേജ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ മഴയുടെ അളവ് അളക്കുന്നത്. അപ്പം നമുക്ക് അതിനെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം.
rain gauge. Okay, the rain gauge is a simple instrument to measure rainfall. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മഴയെ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് റെയിൻ ഗേജ്. ഓക്കെ, ഹൗ ക്യാൻ വി മേക്ക് ദിസ്? എങ്ങനെയാണ് നമ്മൾ ഈ റെയിൻ ഗേജ്, ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് റെയിൻ ഗേജ്, ഈ റെയിൻ ഗേജിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി അതിന് നമുക്കൊരു ഗ്ലാസ് ബോട്ടിൽ വേണം. ഇതേപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഫണൽ എടുക്കുക, യെല്ലോ കളറിൽ വെച്ചിരിക്കുന്ന ഫണൽ എടുക്കുക. പിന്നെ നമുക്കൊരു സ്കെയിൽ വേണം. ഈ 3 മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്കൊരു റെയിൻ ഗേജ് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൗ ടു മേക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്ലാസ് ജാറിലേക്ക് ഫസ്റ്റ് നമ്മൾ ഈ സ്കെയില് ഫിക്സ് ചെയ്യണം. ഓക്കെ, പ്ലേസ് ദ ഫണൽ ഓൺ ദ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. ഈ യെല്ലോ കളർ ഫണൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലാസ് ജാറിന്റെ മേലേക്ക് വെച്ച് കൊടുക്കണം. ഫിക്സ് ദ ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. അപ്പം ഇത് മൊത്തം സെറ്റ് ആക്കിയാൽ എന്തായി? റെയിൻ ഗേജ് ആയി. ഈ റെയിൻ ഗേജിന് നമ്മൾ ഒരു ഓപ്പൺ സ്പേസിൽ വെച്ച് കൊടുക്കണം. നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽ അറ്റ് ഫിക്സഡ് ഇന്റർവെൽസ്. അത് കഴിഞ്ഞിട്ട് ഓരോരോ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ക്ലാസ് പീരീഡിൽ ഓരോ മണിക്കൂർ കഴിഞ്ഞ് ഓരോ ഇന്റർവെല്ലേ, അതേപോലെ ഓരോ മണിക്കൂർ ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഇന്റർവെൽ വെച്ചിട്ട് നമ്മൾ മഴേന്റെ അളവ് നമുക്ക് ഈ റെയിൻ ഗേജ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം കൂട്ടുകാരോട് ഇവിടെ ഒരു റെയിൻ ഗേജ് നിർമ്മിക്കാനാണ് അടുത്തത് പറയുന്നത്. നമുക്ക് നോക്കാം. Make a rain gauge with the help of your friends and measure the rainfall each day and complete the table below. അപ്പം നമ്മുടെ കൂട്ടുകാർ എന്ത് ചെയ്യണം? കൂട്ടുകാരുടെ ഫ്രണ്ട്സിനോടൊപ്പം ചേർന്നിട്ട് റെയിൻ ഗേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് എന്തൊക്കെ എടുക്കണം? ഒരു ഗ്ലാസ് ജാർ എടുക്കണം, നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന സ്കെയിൽ എടുക്കണം, പിന്നെ ഒരു ഫണൽ എടുക്കണം. ഓക്കെ, എന്നിട്ട് ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് ഫണൽ വെച്ച് കൊടുത്തു കഴിയുമ്പം റെയിൻ ഗേജ് ആയി. എന്നിട്ട് കൂട്ടുകാർ എന്താണ് ചെയ്യേണ്ടത്? ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ റെയിൻ ഗേജ് കൊണ്ടുവയ്ക്കണം. ഓക്കെ, അപ്പം റെയിൻ ഗേജ് നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First one, place rain gauge in an open place away from building and trees. ഇപ്പം നമ്മൾ റെയിൻ ഗേജ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതൊരു ബിൽഡിങ്ങിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചോട്ടിലോ ഒരിക്കലും റെയിൻ ഗേജ് വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എമൗണ്ട് ഓഫ് റെയിൻ വാട്ടർ അതിൽ വീഴാതെ നമുക്ക് അളവ് തെറ്റിപ്പോവും. ഓക്കെ, ഇപ്പോൾ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് തടസ്സം നിൽക്കുമ്പോൾ മഴവെള്ളം പൂർണ്ണമായിട്ട് റെയിൻ ഗേജിലേക്ക് വീഴില്ല. അപ്പോൾ ഒരു ഫസ്റ്റത്തെ കാര്യം ഇതാണ്, റെയിൻ ഗേജ് എവിടെയാണ് വെക്കേണ്ടത്? ഓപ്പൺ സ്പേസിലാണ് വെക്കേണ്ടത്. സെക്കൻഡ് എന്താണ്? ടേക്ക് മെഷർമെന്റ് ഓഫ് റെയിൻ ഇൻ ദ സെയിം ടൈം ഇൻ ഈച്ച് ഡേ. ഇപ്പം ഇന്ന് കൂട്ടുകാർ റെയിൻ ഗേജ് പുറത്തൊരു ഓപ്പൺ സ്പേസിൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ മോർണിംഗ് 9 മണിക്കാണ് നിങ്ങളത് മെഷർ ചെയ്തത്. അപ്പം നാളെയും മറ്റന്നാളും എല്ലാം കൃത്യം 9 മണിക്ക് തന്നെ എന്ത് ചെയ്യണം? മെഷർമെന്റ് എടുക്കണം. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് ഷുവർ ദ റെയിൻ ഗേജ് ഇസ് എംപ്റ്റി ആഫ്റ്റർ ടേക്കിംഗ് ദ റീഡിംഗ്. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ റെയിൻ ഗേജ് ഓപ്പൺ സ്പേസിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. മഴ കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ആ റെയിൻ ഗേജിൽ വീണ വെള്ളത്തിൻ്റെ അളവ് നോട്ട് ചെയ്തു. നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ റെയിൻ ഗേജിൻ്റെ ഉള്ളിൽ വീണ വെള്ളം മറച്ച് കളയണം. അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ആ മെഷർമെന്റ് തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഈ ഓരോ ദിവസവും നമ്മൾ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞിട്ട് റെയിൻ ഗേജിലുള്ള വെള്ളം മറച്ച് കളയണം. ഓക്കെ, അതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നാലാമത്തെ കാര്യം എന്താ? റെക്കോർഡ് റീഡിംഗ് ഇൻ എ ടേബിൾ. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇതേപോലത്തെ ഒരു ടേബിളിലാണ് നമ്മൾ റെയിൻഫോൾ മെഷർ ചെയ്യുന്നത്. അതിൽ നമുക്ക് 2 പാരാമീറ്റേഴ്സ് ആണ് നോക്കേണ്ടത്. ഒന്ന് ഡേറ്റ് ഏത് ദിവസങ്ങളിലാണ് നമ്മൾ മഴയുടെ അളവെടുക്കുന്നത്. പിന്നെ റെയിൻഫോൾ റിസീവ്ഡ്, അതിപ്പോൾ ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പർ നമുക്കിവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, അത് സെൻറ്റിമീറ്റേഴ്സിലാണ് നമ്മൾ അളക്കുന്നത്. ഇപ്പോൾ ഇത്രയും 100 സെൻറ്റിമീറ്റർ മഴ കിട്ടിയെന്നാണ് ഇപ്പം നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുമ്പം മഴയുടെ കാര്യം പറയുമ്പോൾ കോഴിക്കോട് 100 സെൻറ്റിമീറ്റർ മഴ പെയ്തിരിക്കുന്നു
എന്ന് നമ്മൾ പറയില്ലേ. അപ്പം അതേപോലെ നിങ്ങൾക്ക് ഡേറ്റ് എഴുതാം, അന്നത്തെ ദിവസം എത്രത്തോളം മഴ കിട്ടി എന്നുള്ളത് ആ മെഷർമെൻറ്റ് റെയിൻ ഗേജിൽ എടുത്തിട്ട് അത് ഇവിടെ മെഷർ ചെയ്യാം. അത് ഓരോ ദിവസം കൃത്യം ടൈമിൽ ഇതിലെല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് ഒരു മാസത്തെ റെയിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അത് ആ സെയിം ടേബിൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ആൻസേഴ്സ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. Remember to note down the amount of rainfall received each day on the class bulletin board. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സിൽ ബുള്ളറ്റിൻ ബോർഡ് ഉണ്ടാവില്ലേ, ആ ബുള്ളറ്റിൻ ബോർഡിൽ ഇതേപോലത്തെ ഒരു പാരാമീറ്റർ എഴുതിയിട്ട് ഒരു പേപ്പർ ബുള്ളറ്റിൻ ബോർഡിൽ ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് ഓരോ ദിവസവും, ഇന്ന് മൺഡേ ആണെങ്കിൽ മൺഡേ 9 o'clock എത്ര റെയിൻഫോൾ പെയ്തിട്ടുണ്ടെന്ന് റെയിൻ ഗേജിൽ മെഷർ ചെയ്തിട്ട് ഇവിടെ എഴുതണം. അങ്ങനെ ഓരോ ദിവസവും ഇത് എഴുതിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ബുള്ളറ്റിൻ ബോർഡിൽ പേപ്പർ ഒട്ടിക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഫുൾ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് ഡേ ഹാസ് ദ ഹയസ്റ്റ് റെയിൻഫോൾ, ഏറ്റവും കൂടുതൽ മഴ പെയ്ത ദിവസം ഏതാണെന്ന് അത് നമുക്ക് ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് ഈ ആൻസർ എഴുതാവുന്നതാണ്. Which day has lowest rainfall, ഏറ്റവും കുറവ് മഴ പെയ്തത് ഏത് ദിവസമാണെന്ന്. ഓക്കെ, ഈസ് there a day that did not receive rain at all, അതിൽ ഇപ്പം നമ്മൾ മെഷർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ദിവസം മഴ ഒട്ടും പെയ്യാത്ത ദിവസം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ 0 എന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം കൂട്ടുകാരെല്ലാം ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ചെയ്യണം. നിങ്ങളുടെ നോട്ടീസ് ബോർഡിൽ ഒരു ഇതേപോലത്തെ ഡാറ്റ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ആൻസേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് എ റെയിൻ ഗേജ് ഫോർ മീ. എനിക്കൊരു റെയിൻ ഗേജ്. മേക്ക് എ റെയിൻ ഗേജ് അറ്റ് ഹോം. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു റെയിൻ ഗേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. Write the amount of rainfall received each day in your environmental science diary. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു റെയിൻ ഗേജ് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസം മഴ പെയ്യുന്നത് നോക്കുക. എന്നിട്ട് അതിൽ ഡേറ്റും റിസീവ്ഡ് എമൗണ്ട് ഓഫ് റെയിൻ റിസീവ്ഡ് എന്ന് പറഞ്ഞ് 2 കോളം ഉണ്ടാക്കിയിട്ട് അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ എൻവറോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ അത് എഴുതി വെക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കൂട്ടുകാർക്ക് എങ്ങനെ ഒരു റെയിൻ ഗേജ് ഉണ്ടാക്കാമെന്ന് നമുക്കിവിടെ പഠിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു റെയിൻ ഗേജ് ഉണ്ടാക്കാം. ആദ്യം ഇങ്ങനെ കളറില്ലാത്ത ബോട്ടിൽ, ഇപ്പോൾ പച്ച കളറൊക്കെയുള്ള ബോട്ടിലുണ്ടാവും, ഇങ്ങനെ കളർലെസ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഹെഡ് റീജിയനിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കല്ലും മണലും നിലത്തിട്ടിട്ട് നിരത്തണം. ഇതിൻ്റെ ബോട്ടം പോർഷനിൽ നിരത്തണം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം ഇതൊരു അൺഈവൻ ആയിട്ടുള്ള ബോട്ടിലല്ലേ, അപ്പം അത് പ്ലെയിൻ ആക്കി കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, മണലിടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു നിങ്ങളുടെ സ്കെയിൽ എടുത്തിട്ട് ആ സ്കെയിൽ കറക്റ്റ് ഈ ബോട്ടിലിനെ പിടിച്ചിട്ട് ബോട്ടിലിൽ മാർക്കിങ്സ് ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6 അങ്ങനെ മാക്സിമം മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ബോട്ടിലിൻ്റെ ഈ ഹെഡ് റീജിയനിലെ ഈ ടോപ്പ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അതിനെ തലകുത്തി ഈ കുപ്പിയിലേക്ക് തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇതേപോലത്തെ പിൻസ് വെച്ചിട്ട് അതിനെ പിൻ ചെയ്ത് വെക്കണം. അപ്പം അത് മൂവ് ചെയ്യില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെയിൻ ഗേജിനെ നമ്മൾ മഴയുള്ള ഒരു ഓപ്പൺ സ്പേസിൽ കൊണ്ടുവച്ചിട്ട് ഓരോ ദിവസം എത്രത്തോളം മഴ പെയ്തു എന്ന് ഈ സ്കെയിലിൽ നിന്ന് മെഷർ ചെയ്തിട്ട് നിങ്ങളുടെ എൻവറോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ ഓരോ ദിവസത്തെ മഴ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ക്ലാസ്സിൽ കൊണ്ടുപോയി ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. Where does the rain water go? മഴവെള്ളം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Where does the rain water go after rainfall? മഴ പെയ്ത് കഴിയുമ്പോൾ മഴവെള്ളം എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പം നമുക്കിവിടെ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ഒരു ബോട്ടിൽ കട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് മണ്ണിടുക, എന്നിട്ട് അതിലേക്ക് ഹോൾ ഇടുക. ഓക്കെ, എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം എങ്ങോട്ട് പോകും,
വെള്ളം മണ്ണ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മണ്ണ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. Where does the rain water go after rainfall? Rain water goes into the soil and water bodies. കുറേ വെള്ളം ഇങ്ങോട്ടേക്ക് പോകുന്നു, മണ്ണ് വലിച്ചെടുക്കുന്നു. ബാക്കി ഒഴുകിച്ചെല്ലുന്ന വെള്ളങ്ങളൊക്കെ എങ്ങോട്ട് ഒഴുകിച്ചേരുന്നു? വാട്ടർ ബോഡീസിലേക്ക്. വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടല്, നദി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുകിച്ചെല്ലുന്നു. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ദ സോയിൽ? വെള്ളം മണ്ണിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. മണ്ണ് എന്ത് ചെയ്യും? വെള്ളം അബ്സോർബ് ചെയ്യും. ഓക്കെ, വാട്ടർ ഗോസ് ഇൻ ടു ദ സോയിൽ. നെക്സ്റ്റ് നമുക്ക് വാട്ടർ സോഴ്സസ്, ഏതൊക്കെ വാട്ടർ സോഴ്സസ് ആണ് ഉള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഇത് വെൽ ഇൻ മൈ ഹൗസ് ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പൊ ഈ കുട്ടി പറയാണ് എൻ്റെ വീട്ടിലെ കിണർ വെള്ളം കൊണ്ട് ഫില്ല് ചെയ്ത് കിടക്കുകയാണെന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പം ഈ കുട്ടീൻ്റെ വീട്ടിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? കിണറാണ് യൂസ് ചെയ്യുന്നത്. ഇൻ മൈ ഹൗസ് ദർ ഇസ് എ ബോർവെൽ, വി കാൺ സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്. അപ്പം ഈ കുട്ടി പറയാണ് എൻ്റെ വീട്ടിൽ ബോർവെല്ലാണുള്ളത്, ബോർവെൽ പൈപ്പാണുള്ളത്. അപ്പം അതിൻ്റെ വാട്ടർ ലെവല് എനിക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ കിണറിൻ്റെ വാട്ടർ ലെവൽ നമുക്ക് ജസ്റ്റ് നോക്കിയാലേ കിണറിൻ്റെ വാട്ടർ ലെവൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ കുട്ടി പറയാണ് ദ പോണ്ട് ഇൻ അവർ ഫാം ലാൻഡ് ഗിവ്സ് അസ് വാട്ടർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. അപ്പം ഈ കുട്ടിയുടെ വീട്ടിൽ കുളത്തിൽ നിന്നാണ്, കുളത്തിൽ നിന്നാണ് അവരുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളവും അവരെവിടെ നിന്നാണ് എടുക്കുന്നത്? പോണ്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫോർ യുവർ ഹോം? അപ്പോൾ കൂട്ടുകാർ ചിന്തിച്ചെഴുതിക്കുക, നിങ്ങളുടെ വീട്ടിൽ എവിടെ നിന്നാണ് നിങ്ങളുടെ വീട്ടാവശ്യത്തിന് വെള്ളം എടുക്കുന്നത് എന്ന് ചിന്തിക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ, ഇവിടെ വി ഗെറ്റ് വാട്ടർ ഫ്രം വെൽ എന്ന് ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് രണ്ട് വാട്ടർ സോഴ്സ് അല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, സുരംഗ ആൻഡ് കേണി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സുരംഗ എന്താന്ന് നോക്കാം. The method of building tunnels that are just enough for a person to walk through and to bring groundwater outside is called suranga. അപ്പോൾ സുരംഗ എന്ന് പറഞ്ഞാൽ എന്താ? സുരംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു മലയുണ്ടെന്ന് വിചാരിച്ചോളൂ. കൂട്ടുകാരെല്ലാവരും മനസ്സിൽ ആലോചിക്കണം, ഒരു വലിയൊരു മലയുണ്ട്. അപ്പം മലയുടെ താഴ്വാരത്തിൽ നിന്ന് ഒരാള് ഒരു ചെറിയൊരു ഓട്ട ഉണ്ടാക്കി ആ മലയുടെ ഉൾഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഉൾഭാഗത്തേക്ക് പോകുമ്പം അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവും. ഓക്കെ, ഒരു ചെറിയ ഹോൾ, ഒരു മനുഷ്യൻ നിൽക്കാൻ പറ്റുന്ന അത്ര ഹോൾ ഉണ്ടാക്കിയിട്ടാണ് മലയുടെ ഉള്ളിൽ പോയിട്ട് അവിടെയുള്ള ഗ്രൗണ്ട് വാട്ടറിനെ ആ ഹോളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമുക്കിവിടെ കാണാം, ഇതൊരു മലയായിട്ട് കൺസിഡർ ചെയ്യുക. ആ മലേൻ്റെ അടിഭാഗത്തു നിന്ന് ഒരു ഹോൾ ഉണ്ടാക്കി ഉള്ളിലേക്ക് പോവുക. ഓക്കെ, പോയിട്ട് അപ്പം നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവും. ആ ഗ്രൗണ്ട് വാട്ടറിനെ ഈ ഹോളിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കുഴിയിലേക്ക് സംഭരിക്കുന്നതിനെയാണ് നമ്മൾ സുരംഗ എന്ന് പറയുന്നത്. ഓക്കെ, this method has been used for ages to collect water in Kasaragod district and some part of Karnataka. അപ്പോൾ ഇതൊരു പഴയ കാലത്തെ ഒരു മെത്തേഡാണ്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലും അതേപോലെ കർണാടകയുടെ വേരിയസ് പാർട്സിലും ഇതേപോലത്തെ സുരംഗ യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ വെള്ളം യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് കേണി. ഇത് വേർഡ് കേണി മീൻസ് വെൽ, കിണറിൻ്റെ അർത്ഥം വരുന്നതാണ് കേണി എന്ന് പറയുന്നത്. കേണി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസേർട്ടിങ് ഹോളോഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദ എർത്ത്. അപ്പം എന്താ ചെയ്യുന്നത്? വലിയ മരം എടുത്തിട്ട് ആ മരത്തിൻ്റെ നടുഭാഗം ഓട്ടയാക്കിയിട്ട് ഒരു ഹോള് പോലെ ആക്കുക, ഒരു പൈപ്പ് പോലെ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഹോളോ ആയിട്ടുള്ള വുഡിനെ എർത്തിലേക്ക്, മണ്ണിലേക്ക് താഴ്ത്തി വെക്കും. അപ്പം ഈ വെള്ളമുള്ള സ്ഥലങ്ങളിൽ
ഈ ഹോളോ ആയിട്ടുള്ള മരത്തിനെ താത്തി വെക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഓട്ടയിലേക്ക്, ആ ഹോളിലേക്ക് പരിസരത്തുള്ള വെള്ളം മൊത്തം ആ ഓട്ടയിലേക്ക് വന്ന് നിറയും. അപ്പോൾ ആ ഹോളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം യൂസ് ചെയ്യാം. അതാണ് കേണി എന്ന് പറയുന്നത്. കേണി ഈസ് ഓൺലി ഡീപ്പ് ഇനഫ് ഫോർ ടേക്കിംഗ് വാട്ടർ വിത്ത് വെസൽസ് ഡയറക്ട്ലി. അപ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് ഡയറക്ട്ലി കേണിയിൽ നിന്ന് വെള്ളം എടുക്കാവുന്നതാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരള. അപ്പം ഇപ്പോഴും അത് കേരളത്തിൽ ആദിവാസി ഗ്രൂപ്പുകൾ യൂസ് ചെയ്യുന്ന ഒരു മീൻസ് ഓഫ് വാട്ടർ ആണ് കേണി എന്ന് പറയുന്നത്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ ചിത്രം ഒന്ന് നോക്കാം. ചിത്രത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? വാട്ടർ ഫോർ ലൈഫ്. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ. ദീസ് ക്രീച്ചേഴ്സ് യൂസ് വാട്ടർ ഇൻ ദ പോണ്ട് ഫോർ ഡിഫറെന്റ് പർപ്പസ്. വാട്ട് ആർ ദേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കാം. ഇവിടെ ഒരു വെള്ളം ഇങ്ങനെ നദി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പൊ ആ നദിയിൽ നിന്ന് ആരൊക്കെയാണ് ഈ വെള്ളം യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എലിഫന്റ് ഉണ്ട്, ഈഗിൾ ഉണ്ട്, ഡിയർ ഉണ്ട്, ക്രോക്കഡൈൽസ് ഉണ്ട്, ഫിഷസ് ഉണ്ട്, ബേർഡ്സ്, ഓക്കെ, കൊക്കുണ്ട്, ടൈഗർ ഉണ്ട്, പോത്തുണ്ട്, ഓക്കെ, ഷീപ്പ്, ബീഫ് ഉണ്ട്, പിന്നെ മങ്കി ഉണ്ട്. ഓക്കെ, ചിത്രം കൂട്ടുകാർ നന്നായി ശ്രദ്ധിച്ചെന്ന് കരുതുന്നു. നമുക്ക് ഇതിൽ നിന്ന് ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പൊ ആ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ഏതൊക്കെ ക്രീച്ചേഴ്സ് ഉണ്ട്, ഇത് യൂസ് ഓഫ് വാട്ടർ, അവരെങ്ങനെയാണ് വാട്ടർ യൂസ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് എഴുതണം. ഫിഷ്, ഫസ്റ്റ് ഫിഷ് എങ്ങനെയാണ് വെള്ളം യൂസ് ചെയ്യുന്നത്? ഫിഷിന്റെ ഹാബിറ്റാറ്റ് ആണ് വെള്ളം. അതേപോലെ ഫിഷിന് ഫുഡ് കിട്ടുന്നത് വെള്ളത്തിൽ നിന്നാണ്. എലിഫന്റ് വെള്ളം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? കുടിക്കാനും കുളിക്കാനുമാണ് എലിഫന്റ് യൂസ് ചെയ്യുന്നത്. ടൈഗറും സ്വിം ചെയ്യുന്ന ഒരു ആനിമൽ ആണ്. അവനും വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡിന് വേണ്ടിയിട്ടും കുടിക്കാൻ വേണ്ടിയിട്ടും. ഓക്കെ, ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വേരിയസ് ആയിട്ടുള്ള വലിയ ഫിഷസിനെയൊക്കെ ടൈഗേഴ്സ് പിടിക്കും, അല്ലെങ്കിൽ സീലിനെയൊക്കെ വെള്ളത്തിൽ നിന്ന് ടൈഗേഴ്സ് പിടിക്കും. അതാണ് ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ ബേർഡ്സ്, ഡ്രിങ്കിങ് ആൻഡ് ഫുഡ് ലൈക്ക് ഫിഷസ്. ബേർഡ്സ് ഫിഷിനെ പിടിക്കുന്നതാണ് ഫുഡ് ലൈക്ക് ഫിഷസ്. ഡിയർ കുടിക്കാൻ യൂസ് ചെയ്യും, മങ്കിയും കുടിക്കാൻ യൂസ് ചെയ്യും. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് ഈ പിക്ചർ നോക്കാം. What will happen to human beings and other living things if they do not get enough water? Discuss and write. അപ്പം നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ഇവരെല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ഇവിടെ ഒരു പൈപ്പിൽ നിന്ന് മാത്രമാണ് വെള്ളം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പട്ടികളും അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഇവരെ നോക്കി നിൽക്കുകയാണ്. പിന്നെ നോക്കിയാൽ കാണാം എല്ലാ മരങ്ങളും ഉണങ്ങി വരണ്ടിരിക്കുകയാണ്, മണ്ണെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം കൂട്ടുകാര് ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെന്ന് നോക്കിയിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. If there is no water, what happens? It will cause human and other animals different kinds of health issues. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരു ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് എന്തൊക്കെ തരം ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നതെന്ന്. ഓക്കെ, അപ്പം കുറേ ദിവസത്തേക്ക് നമുക്ക് വെള്ളമില്ലാതിരിക്കുമ്പോൾ നമുക്ക് വേരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ, വിവിധതരമായ അസുഖങ്ങൾ നമ്മളെ പിടിച്ചൊലിക്കും. ഓക്കെ, due to decrease in agriculture production and food scarcity. അപ്പം വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഫാം ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താവും? നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള ഫുഡ് കിട്ടില്ല. ഓക്കെ, ലൈഫ് വിൽ ബി ഇൻ ഡേഞ്ചർ. അപ്പം എന്താവും? നമ്മുടെ ജീവിതം ഒരു ഡേഞ്ചറിലേക്കാണ് വെള്ളമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ പോകുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? വെള്ളം ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. ഓക്കെ, നമുക്ക് അടുത്തൊരു പിക്ചറിലേക്ക് പോകാം. പ്ലീസ് ഡോണ്ട് വേസ്റ്റ്. ഓക്കെ, വാട്ടർ പൈപ്പ് ബേർസ്റ്റഡ് ഇൻ ദ സിറ്റി, റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പുറത്തേക്ക്. ഓക്കെ,
You have seen this headlines like this, haven't you? നിങ്ങൾ ഇതേപോലത്തെ ഹെഡ്ലൈൻസ് പത്രത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പൈപ്പ് പൊട്ടിയിട്ട് റോട്ടിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Write down few situations in which water is wasted. അപ്പം നമ്മൾ വെള്ളം വേസ്റ്റ് ആക്കുന്ന സിറ്റുവേഷൻസ് ഇവിടെ എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിലാണ് വാട്ടർ വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലീവിങ് ടാപ്സ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പൈപ്പ് ഇപ്പോൾ തുറന്ന് ഇപ്പം വെള്ളം ഇല്ലാത്തപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ടാവും, പിന്നെ വെള്ളം വരുമ്പോൾ നമ്മൾ ഓഫാക്കിയിട്ടുണ്ടാവില്ല, അപ്പോൾ വെള്ളം എന്താണ്, വെറുതെ വേസ്റ്റായി പോവുകയാണ്. ഓക്കെ. ലീക്കേജ് പ്രോബ്ലംസ്, ബ്രോക്കൺ പൈപ്സ്, ടാങ്ക് ഓവർഫ്ലോ. ഇപ്പം ലീക്കേജ് പ്രോബ്ലംസിൽ വരുന്നതാണ്, ഇപ്പം പൈപ്പ് പൊട്ടുമ്പം ലീക്കേജ് പ്രോബ്ലം ആണ്, വെള്ളം പൈപ്പിൽ കൂടെ മൊത്തം പോയിക്കൊണ്ടിരിക്കും. ടാങ്ക് ഓവർഫ്ലോ, ഇപ്പം നമ്മുടെ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ ഓഫാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അടുത്തത് ഓവർ യൂസേജ് ഓഫ് വാട്ടർ, ലൈക്ക് വാഷിംഗ് ആൻഡ് ക്ലീനിങ്. നമ്മൾ വീട്ടിൽ ഡ്രസ്സ് വാഷ് ചെയ്യാനും വീട് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും, പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്ടർ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ? അപ്പം നമ്മൾ വാട്ടർ ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. വാട്ടർ വേസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഓക്കെ. അതിൽ ഡോണ്ട് ലീവ് ടാപ്സ് ഓപ്പൺ കെയർലെസ്ലി. അപ്പം നമ്മൾ ടാപ്സ് ഒരിക്കലും തുറന്നിട്ടിട്ട് പോകരുത്. തുറന്നിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ലീക്കായിട്ടേ ഇരിക്കും. ഓക്കെ. റിപ്പയർ ലീക്കേജ് പ്രോബ്ലംസ് ആൻഡ് ബ്രോക്കൺ പൈപ്സ്. ഇപ്പം വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്യുക. മിനിമൽ യൂസേജ് ഓഫ് വാട്ടർ, മിനിമം വാട്ടർ യൂസ് ചെയ്യുക. കുറേ വെള്ളം എടുത്ത് യൂസ് ചെയ്ത് വേസ്റ്റ് ആക്കാതെ കുറച്ച് വെള്ളം എടുത്ത് യൂസ് ചെയ്യുക. അവോയ്ഡ് ഓവർഫ്ലോയിങ് ഓഫ് ടാങ്ക്. ഇപ്പം നമ്മൾ വീട്ടിലോ സ്കൂളിലോ മോട്ടർ ഓൺ ചെയ്ത് ടാങ്ക് നിറയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് അവിടെ നിന്ന് തന്നെ മോട്ടർ ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ. വാട്ടർ പ്യൂരിഫിക്കേഷൻ. How does the muddy rainwater go clean when it reaches the well? എങ്ങനെയാണ് ഈ മഴ പെയ്യുമ്പം ഈ ചെളിവെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് നല്ല വെള്ളമായി മാറുന്നത്, കിണറ്റിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല വെള്ളമായി മാറുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ. മഴവെള്ളത്തിൻ്റെ ഒരു പകുതി എന്താകും, മണ്ണിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് വലിച്ചെടുക്കും. ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. മണ്ണ് എന്ത് ചെയ്യും, അതിനെ ഫിൽറ്റർ ചെയ്യും, അരിച്ചെടുക്കും. ദിസ് ബിക്കംസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദ വെൽ ആൻഡ് അതർ വാട്ടർ സോഴ്സസ്. അപ്പോൾ അതെന്തായിട്ട് മാറും, ഈ അരിച്ചെടുത്ത വെള്ളമാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം അത് ഗ്രൗണ്ട് വാട്ടറായി മാറും. അത് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്, കിണറുകളിലേക്കും അല്ലാതെ വേറെ വാട്ടർ സോഴ്സസിലേക്കും പോകും. The water becomes clear when it filters down through the soil. അപ്പം വെള്ളം അരിച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താവും, വെള്ളം ക്ലിയർ ആവും. ഓക്കെ. അങ്ങനെയാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ്, ടേണിംഗ് മഡി വാട്ടർ ഇൻടു ക്ലിയർ വാട്ടർ. അപ്പം ഒരു ചെളി വെള്ളം നമ്മൾ എങ്ങനെയാണ് ക്ലിയർ വാട്ടർ ആക്കുന്നതെന്നുള്ളൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നും എക്സ്പെരിമെന്റ് എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. ടേക്ക് 3 coconut shells ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീട്ടിൽ പോയിട്ട് 3 ചിരട്ട എടുത്തിട്ട് വരണം. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഓരോ ചിരട്ടയിലും ഹോൾ ഉണ്ടാക്കണം. ഓക്കെ. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദ ഹോൾ. ആ ഹോളിൻ്റെ അവിടെ കോട്ടനോ അല്ലെങ്കിൽ ഒരു പീസ് ക്ലോത്ത് വെച്ചിട്ട് ആ ഓട്ട അടയ്ക്കണം. ഓക്കെ. ഫിൽ ഗ്രാവൽ, സാൻഡ് ആൻഡ് കോക്കനട്ട് ഷെൽ ചാർക്കോൾ ഇൻ ഈച്ച് ഓഫ് ദ ഷെൽ. അപ്പോൾ നമ്മൾ 3 ചിരട്ടകൾ എടുത്തിട്ടുണ്ട്, അതിൽ ഹോളും ഉണ്ടാക്കിയിട്ടുണ്ട്, പഞ്ഞിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ
ചിരട്ടകളിലും നമ്മൾ ഓരോരോ സാധനങ്ങൾ നിറയ്ക്കണം. ഒന്നിൽ ചരള് ഗ്രാവൽ നിറയ്ക്കണം, ഒന്ന് മണൽ നിറയ്ക്കണം. ഒരു ചിരട്ടയിൽ മണൽ നിറയ്ക്കണം. മൂന്നാമത്തെ ചിരട്ടയിൽ എന്ത് നിറയ്ക്കണം? ഈ ചിരട്ട കൊണ്ട് കത്തിച്ച കരിയില്ലേ, അത് നിറയ്ക്കണം. അപ്പം നമ്മൾ 3 എണ്ണത്തിൽ 3 സാധനങ്ങൾ നിറയ്ക്കണം. അറേഞ്ച് ഇറ്റ് ഓവർ എ ഗ്ലാസ് ആസ് ഷോൺ ഇൻ പിക്ചർ. ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ ഒരു ഗ്ലാസിന്റെ മേലെ ഫസ്റ്റ് ചിരട്ടക്കരിയുള്ള ചിരട്ട വെക്കുക, മണലുള്ള ചിരട്ട വെക്കുക, പിന്നെ ചരളുള്ള ചിരട്ട വെക്കുക. ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. നൗ പോർ മഡി വാട്ടർ ഇൻ ടു ദ കോക്കനട്ട് ഷെൽ അറ്റ് ദ ടോപ്പ്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ചെളിവെള്ളം ഈ ഫസ്റ്റത്തെ ചിരട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പെരിമെന്റ്. അപ്പൊ കൂട്ടുകാരെന്നെ ചിന്തിച്ചു നോക്കൂ. ഈ ഫിൽട്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ചിരട്ടയിൽ ചരലുണ്ട്, അടുത്ത ചിരട്ടയിൽ മണലുണ്ട്, അടുത്ത ചിരട്ടയിൽ ചാർക്കോൾ ഉണ്ട്. അപ്പൊ വെള്ളം ഇതിൽ കൂടിയെല്ലാം പാസ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? ഫിൽട്രേഷൻ നടക്കും. ഓക്കെ, അരിപ്പ പോലെ ഇത് ആക്ട് ചെയ്യും. അപ്പൊ മണ്ണും നമ്മൾ പറയില്ലേ സോയിൽ ഫിൽറ്റേഴ്സ് ദ വാട്ടർ എന്ന് പറയില്ലേ, അതേപോലെ ഇവിടുത്തെ 3 ചിരട്ടകളും ചെളി വെള്ളത്തിനെ അരിച്ചിട്ട് ക്ലിയർ വാട്ടർ ആക്കി മാറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡു യു ഫൈൻഡ്? ഈ എക്സ്പെരിമെന്റ് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് കാണുക എന്നാണ്. We found that muddy water changed to clear water. Okay, അപ്പൊ ചെളി വെള്ളം എന്തായി മാറും? ഫിൽട്രേഷൻ നടന്നിട്ട് ക്ലിയർ വാട്ടർ ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോംസ്. അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലെല്ലാം എന്താണ് വാട്ടർ പ്യൂരിഫയർ, ഇതിനെയാണ് വാട്ടർ പ്യൂരിഫയേഴ്സ് എന്ന് പറയുന്നത്. വാട്ടർ പ്യൂരിഫയേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ആൻഡ് യൂസ്ഡ് ആസ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ സം കൺട്രീസ് വിത്ത് സിവിയർ പ്യുവർ വാട്ടർ ഷോർട്ടേജ്. ഇപ്പം ശുദ്ധവെള്ളത്തിന്റെ ഷോർട്ടേജ് കുറവുള്ള വലിയ രാജ്യങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? കടലിൽ നിന്ന് ഉപ്പുവെള്ളം ശേഖരിച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് വലിയ രാജ്യങ്ങളിൽ ശുദ്ധവെള്ളമായിട്ട് യൂസ് ചെയ്യുന്നത്. The water received in homes from public water supply system is collected from water sources and purified. അപ്പോൾ ഈ പബ്ലിക് വാട്ടർ സപ്ലൈ ഉണ്ടല്ലോ, അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? വലിയ വാട്ടർ സോഴ്സസ്, ഇപ്പം നദികളിൽ നിന്നെല്ലാം വാട്ടർ കളക്ട് ചെയ്തിട്ട് അത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് പബ്ലിക് വാട്ടർ സപ്ലൈയിൽ വീടുകളിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഇത് ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. ഓക്കെ, മണ്ണിന്റെ ഇമ്പോർട്ടൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഓരോ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുള്ളമ്പന്നി എന്താണ് പറയുന്നത്? വി ലിവ് ഇൻ ബറോസ് ഇൻ ദ സോയിൽ. മുള്ളമ്പന്തി കുഴികൾ അല്ലെങ്കിൽ മാളങ്ങൾ ഉണ്ടാക്കിയിട്ട് മണ്ണിന്റെ ഉള്ളിലാണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. I was in the soil and came out when I received water. ഇതെന്താണ്? വിത്താണ്. വിത്ത് എന്താണ് പറയുന്നത്? ഞാൻ മണ്ണിന്റെ ഉള്ളിലായിരുന്നു, വെള്ളം കിട്ടിയപ്പോൾ ഞാൻ എണീറ്റ് മണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഓക്കെ എന്നാണ് പറയുന്നത്. ഇതെന്താണ്? എർത്ത് വേംസ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് ആണ്. I am always in soil. ഞാൻ എപ്പോഴും മണ്ണിന്റെ ഉള്ളിലാണെന്നാണ് മണ്ണിര പറയുന്നത്. ഓക്കെ, what are the benefits that creatures and plants get from the soil? ഓക്കെ, അപ്പം ക്രീച്ചേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് സോയിൽ നിന്ന് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോർ ഫാമിംഗ്, മനുഷ്യർക്കാണെങ്കിൽ മണ്ണ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അഗ്രികൾച്ചർ ചെയ്യാൻ യൂസ് ചെയ്യാം. ന്യൂട്രീഷൻ ഫോർ പ്ലാന്റ്സ് ടു ഗ്രോ, പ്ലാന്റ്സിന് എന്താണ് കിട്ടുന്നത്? മണ്ണിൽ നിന്ന് ന്യൂട്രീഷൻ വളരാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ വാട്ടർ ഫിൽട്രേഷൻ അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്നും പറയാം. ഇപ്പം നമുക്ക് മഴവെള്ളത്തിൽ നിന്ന് വാട്ടർ പ്യൂരിഫൈ ചെയ്ത് കിട്ടുന്നത് എന്തിലൂടെയാണ്? സോയിലാണ് വാട്ടർ അബ്സോർവ് ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഹാബിറ്റാറ്റ് ഫോർ സ്മോൾ ഓർഗാനിസം, സ്മോൾ ഓർഗാനിസത്തിന് സോയിൽ ഒരു ഹാബിറ്റാറ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ലെറ്റസ് ക്രിയേറ്റ് മോഡൽസ്. നമുക്ക് മോഡൽസ് ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം
ഒരു കുട്ടി മണ്ണ് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ്, തോണി, ആമ, പക്ഷി, മാങ്ങ, ക്യാരറ്റ്, മുന്തിരി, ആന, അങ്ങനെ ഓരോരോ മോഡൽസ് ഈ കുട്ടി മണ്ണ് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാവ് യു സീൻ ഇത് മോഡൽസ് ക്രിയേറ്റഡ് ഫ്രം ക്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ക്ലേ വെച്ച് മോഡൽസ് ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടോ? ലെറ്റ് us try to make such models. നമുക്ക് ഇങ്ങനത്തെ മോഡൽസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. ഓർഗനൈസ് ആൻ എക്സിബിഷൻ വിത്ത് ദ മോഡൽസ് ദാറ്റ് യു ക്രിയേറ്റഡ്. എന്നിട്ട് ഈ നിങ്ങൾ ഉണ്ടാക്കിയ മോഡൽസ് വെച്ചിട്ട് എക്സിബിഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. വാട്ട് ആർ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ദ സോയിൽ യൂസ് ടു ക്രിയേറ്റ് ഷേപ്സ്? ഓക്കെ, അപ്പം ഡിഫറെൻ്റ് ഷേപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്സ് ഓഫ് സോയിലാണ് യൂസ് ചെയ്യുന്നത്? എക്സാമിൻ ദ കളർ ആൻഡ് സൈസ് ഓഫ് ദ ഗ്രെയിൻ. ആർ ദ സോയിൽ സീൻ അറൌണ്ട് അസ് ദ സെയിം? ലെറ്റ് us എക്സാമിൻ. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ദ സോയിൽ യൂസ് ടു ക്രിയേറ്റ് ഷേപ്പ്? ക്ലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് മോഡൽസ് അല്ലെങ്കിൽ ഷേപ്സ് ഉണ്ടാക്കുന്നത്. സൈസ് എന്ന് പറയുന്നത് ഫൈൻ സൈസ് ആണ്. പ്ലാസ്റ്റിസിറ്റി വെൻ വെറ്റ്. അപ്പം ക്ലേ നനച്ചു കഴിഞ്ഞാൽ എന്താണ്? ക്ലേ നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഏത് മോഡൽ വേണമെങ്കിലും ആക്കാം. പക്ഷെ അത് ഡ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർഡൻ ആവും. എക്സാമിൻ ദ കളർ ആൻഡ് സൈസ് ഓഫ് ദ ഗ്രെയിൻ. കളർ എന്താണ്? ഗ്രേയിഷ് ബ്ലാക്ക് കളറാണ് ക്ലേൻ്റെ കളറ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫൈൻ സൈസ് ആണ്. ഡു ഓൾ ദ സോയിൽ ദാറ്റ് യു കളക്റ്റഡ് ഹാവ് ദ സെയിം കളർ? നോ, ഡിഫറെൻറ്റ് ലൊക്കാലിറ്റി ഹാസ് ഡിഫറെൻറ്റ് കളർ. ഓരോ സ്ഥലത്തു നിന്നും ഡിഫറെൻറ്റ് കളർ ഓഫ് സോയിലാണ് നമുക്ക് കിട്ടുക. ആർ ദർ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ഗ്രെയിൻസ്? യെസ്, ദർ ഇസ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ഗ്രെയിൻസ് അക്കോർഡിംഗ് ടു ദ പ്ലേസ് ഓഫ് കളക്ഷൻ. ഓക്കെ, ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്നതിൻ്റെ സൈസും കളറും ഡിഫറെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഡിഫറെൻറ്റ് സ്ഥലത്തു നിന്ന് നമുക്ക് സോയിൽ ഒബ്സർവ് ചെയ്തിട്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ, അതിൻ്റെ കളർ എന്താണ്, അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബീച്ച് നോക്കാം. പ്ലേസ് ഓഫ് കളക്ഷൻ എന്ന് പറയുന്ന ബീച്ചാണ്. കളർ ഓഫ് സോയിൽ യെല്ലോയിഷ് ബ്രൗൺ കളറാണ്. ഫീച്ചർ എന്താണ്? മണൽത്തരികളാണ്, സാൻഡി സോയിലാണ്. നെക്സ്റ്റ് നോക്കാം, പാഡി ഫീൽഡ്. കൂട്ടുകാർ പാഡി ഫീൽഡിൽ പോയിട്ടുണ്ടെന്ന് കരുതുന്നു. പാഡി ഫീൽഡിൽ കളർ ഓഫ് ദ സോയിൽ എന്താണ്? ബ്രൗൺ ആണ്. അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്? മാർഷിയാണ്, ചതുപ്പാണ്. ഓക്കെ, അടുത്തത് നോക്കാം, ഹിൽ ആൻഡ് മൗണ്ടെയ്ൻസ്. അവിടെ എന്തായിരിക്കും സോയിലിൻ്റെ കളർ? റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും. ടൈപ്പ് എന്തായിരിക്കും? ഗ്രേവൽ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലേക്ക് ഷോറിൽ. ഓക്കെ, ഷോറുകളിൽ ലേക്കിലൊക്കെ എങ്ങനെയായിരിക്കും? ബ്ലാക്ക് കളർ സോയിലായിരിക്കും. അലൂവിയൽ ടൈപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളക്കൂറ് കൂടുതലുള്ള മണ്ണായിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം, എന്ന് വെച്ചാൽ ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. ഇത് സ്റ്റോറി ഓഫ് ദ സോയിൽ. ഓക്കെ, ഫ്രണ്ട്സ് യു നോ മീ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ അറിയാം. ഐ ആം ദ സോയിൽ. ഞാൻ സോയിലാണ്, മണ്ണാണ്. ഐ ആം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. മൈ നേച്ചർ ഇസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പം ഓരോരോ സ്ഥലം അനുസരിച്ച് ഞാൻ വ്യത്യസ്തമാണ്. There are lakhs of microorganisms and many other compounds in me. ലക്ഷക്കണക്കിന് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളും പിന്നെ എൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സും ഉണ്ട്. I became like this through thousands of years of continuous biological and non-biological process. വർഷക്കണക്കിന് സമയമെടുത്തിട്ടാണ് ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഞാനൊരു സോയിലായിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് യു ഹാവ് റെഡ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി. ഈ സ്റ്റോറിൻ്റെ ബിഗിനിങ് നിങ്ങൾ വായിച്ചു. ഫൈൻഡ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ പ്രോസസ് ത്രൂ വിച്ച് സോയിൽ ഇസ് ഫോംഡ്. എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നതെന്നുള്ളത് കൂടുതൽ നിങ്ങൾ റിസർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വിത്തിൻ ദ സോയിൽ. Which are the creatures that live in the soil? Try to write it. മണ്ണിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ജീവികളാണ് സഹവസിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പേരുകൾ എഴുതാനാണ് പറയുന്നത്. ഒബ്സർവ് ദ സോയിൽ ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ് യൂസിങ് എ ഹാൻഡ് ലെൻസ്.
ഒരു ഹാൻഡ് ലൈൻസ്, ഇതിനാണ് ഹാൻഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ഹാൻഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂളിലെ പരിസരത്തിലെ ഒരു കുറച്ച് മണ്ണെടുത്തിട്ട് ആ മണ്ണിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ജീവികളാണ് ജീവിക്കുന്നത് എന്ന് നോട്ട് ഡൗൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ക്രീച്ചേഴ്സ് വേർ യു ഏബിൾ ടു ഫൈൻഡ്? ഏതൊക്കെ ക്രീച്ചേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു? വേർ ഡു ദേ ഗെറ്റ് ദ ഫുഡ്, വാട്ടർ ആൻഡ് എയർ ദാറ്റ് ദേ നീഡ്? അവർക്ക് വേണ്ട ഫുഡും വാട്ടർ എയറും അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് us ഡു സം എക്സ്പെരിമെന്റ് ടു ഫൈൻഡ് ദിസ് ഔട്ട്. ഓക്കെ, അപ്പം സോയിൽ എന്തൊക്കെ ക്രീച്ചേഴ്സ് ആണ് ഉണ്ടാവുക ജസ്റ്റ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. എർത്ത് വോം, സെന്റിപീഡ്സ്, മില്ലിപീഡ്സ്, ഇൻസെക്ട്സ്. ഓക്കെ, നെക്സ്റ്റ്, എയർ ഇൻ ദ സോയിൽ. ഈസ് ദർ എയർ ഇൻ ദ സോയിൽ? മണ്ണിൽ എയർ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം? അത് നമുക്കൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാം. ടേക്ക് എ സ്മോൾ ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ, ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് സോയിൽ ക്ലംസ് ഇൻ ഇറ്റ്. വാട്ട് ഈസ് ഹാപ്പനിങ്? റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ് ഡയറി ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഒരു ഗ്ലാസ് ജാർ എടുക്കുക. ഗ്ലാസ് ജാറിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉണങ്ങിയ മണ്ണിന്റെ കട്ടകൾ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂട്ടുകാരൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ഉണങ്ങിയ മണ്ണിന്റെ കട്ടകൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പം ആ മണ്ണിന്റെ കട്ടയിൽ നിന്ന് എയർ ബബിൾസ് വെള്ളത്തിലൂടെ മേലേക്ക് ഇങ്ങനെ ബബിൾസ് വരുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സോയിലില് എയർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈസ് ദർ എയർ ഇൻ ദ സോയിൽ? യെസ്, there is air in the soil. How can we find out? With this simple experiment. ഈ സിമ്പിൾ എക്സ്പെരിമെന്റ് വഴി എയർ ബബിൾസ് മേലേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്രസൻസ് ഓഫ് എയർ ഇസ് there in the soil. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. വാട്ടർ ഇൻ ദ സോയിൽ. മണ്ണിൽ വെള്ളമുണ്ടോ എന്നാണ് നമ്മൾ അടുത്ത എക്സ്പെരിമെന്റിലൂടെ നോക്കാൻ പോകുന്നത്. ആർ there traces of water in the soil? How can we find out? അപ്പം അതിന് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. Collect the soil from the biodiversity garden and place it inside the transparent bottle. Close the bottle and place it in the sunlight. Examine it after 10 minutes. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. എന്നിട്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് സോയിൽ ഇടുക. ഓക്കെ, എന്നിട്ട് അതിനെ എവിടെ വെക്കണം? നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കണം. അപ്പൊ എന്താണ് സംഭവിക്കുക എന്ന് കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത് നോക്കിയിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നും കൂടെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. എന്താണ് സംഭവിക്കുക? ഈ സോയിലിൽ കുറച്ച് ജലാംശത്തിന്റെ അളവുണ്ടാവും. അപ്പൊ ഈ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്തോറും ഈ സോയിലിലുള്ള ജലാംശം എന്ത് ചെയ്യും? ഇവോപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്നത് ഇവോപ്പറേഷൻ ആണ്. ഇവോപ്പറേഷൻ നടന്നു കഴിഞ്ഞിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഈ ബോട്ടിലിന്റെ സൈഡ് വഴി നിൽക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, അതാണ് എക്സ്പെരിമെന്റ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ചേഞ്ചസ് ഡു യു ഫൈൻഡ്? When sunlight is high, the water evaporates from the soil and form water droplets which are formed on the sides of the bottle. Okay, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൺലൈറ്റ് കൂടുമ്പോൾ മണ്ണിലുള്ള വെള്ളം ഇവോപ്പറേറ്റ്, നീരാവിയായിട്ട് വാട്ടർ ബോട്ടിലിന്റെ സൈഡിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നിൽക്കും. What is seen on the sides of the bottle? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫ്രം ദ സോയിൽ. സോയിലിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ് ഇവോപ്പറേറ്റ് ചെയ്തിട്ട് ബോട്ടിലിന്റെ സൈഡിൽ നിൽക്കുന്നത്. ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ഇവോപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ്, ബയോമാസ് ഇൻ ദ സോയിൽ. Fill half of the glass with soil from biodiversity garden. Pour water into this and mix well. What can you see? Prepare an experiment. ഇവിടെ എന്താണ് നമുക്ക് ചെയ്യേണ്ട എക്സ്പെരിമെന്റ്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കുക. എന്നിട്ട് അതൊരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, മിക്സ് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കുക. ആ മണ്ണിലുള്ള
ഡ്രൈഡ് ലീവ്സ്, പിന്നെ എന്തെങ്കിലും മരത്തിൻ്റെ കഷ്ണങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ അതിൽ ചത്ത് കിടക്കുന്ന ജീവികൾ, അത് എന്ത് ചെയ്യും, പൊന്തി വരും, ഫ്ലോട്ട് ചെയ്യും. ഓക്കെ, അപ്പം അതിൽ കിടക്കുന്ന അത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോമാസ് എന്ന് പറയുന്നത്. അപ്പം ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റം, റിമെയിൻസ് ഓഫ് ക്രീച്ചേഴ്സ് ആർ കോൾഡ് ബയോമാസ്. അപ്പം ഈ മണ്ണ് നമ്മൾ വെള്ളത്തിലിട്ട് കലക്കുമ്പോൾ എന്ത് ചെയ്യും, ബയോമാസ് ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യും. മണ്ണ് എന്ത് ചെയ്യും, ആ ഗ്ലാസിൻ്റെ അടിയിൽ സെറ്റിൽ ഡൗൺ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം നോക്കുക, വാട്ട് ക്യാൻ യു സീ, പ്രിപ്പയർ ആൻ എക്സ്പെരിമെന്റ് നോട്ട്. When soil from the garden is taken in a jar and mixed well, the biomass like dried leaves, stump parts and dead remains of creatures float on the top and the soil settled down. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് എന്ത് നമ്മൾ പറയുന്നത്, ബയോമാസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സോയിലിൽ ബയോമാസ് ഉണ്ടോ കൂട്ടുകാരെ? അപ്പോൾ സോയിലിൽ ബയോമാസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമുക്ക് സോയിലിൽ ബയോമാസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ചിത്രത്തിലേക്ക് നോക്കാം. There are lakhs of creatures within and outside the soil. നമുക്കറിയാം ലക്ഷക്കണക്കിന് ക്രീച്ചേഴ്സ് മണ്ണിൻ്റെ ഉള്ളിലും മണ്ണിൻ്റെ പുറത്തുമായിട്ടുണ്ട്. പ്ലാന്റ്സ് ഗ്രോ ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ചെടികളൊക്കെ എങ്ങനെയാണ് വളരുന്നത്, മണ്ണിൽ നിന്ന് വെള്ളവും വളവും എടുത്തിട്ടാണ് വളരുന്നത്. ക്രീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ഡിപ്പെൻഡ് ഓൺ സോയിൽ ഫോർ മെനി പർപ്പസ്. അപ്പം ഈ ലോകത്തുള്ള ഓരോ ക്രീച്ചേഴ്സ് ഇൻക്ലൂഡിങ് മനുഷ്യരും മണ്ണിൽ നിന്ന് മണ്ണിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. We can survive only by protecting the soil from pollution and preserving it from loss of fertility. അപ്പം മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കളയാതെ അതിനെ പൊല്യൂട്ടഡ് ആക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്ത് ജീവിച്ചു പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ലെറ്റ് അസ് അസസ്, കംപ്ലീറ്റ് ഇത് കോൺസെപ്റ്റ് മാപ്പ്. ഇവിടെ വാട്ടർ ആൻഡ് സോയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. കോമ്പണൻസ് ഓഫ് സോയിൽ. എന്താണ് കോമ്പണൻസ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്? എയർ, വാട്ടർ ആൻഡ് മിനറൽസ്. ഓക്കെ, യൂസസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ യൂസസ് എന്താണ്? ഡ്രിങ്കിങ്ങിന് യൂസ് ചെയ്യാം, അഗ്രികൾച്ചറിന് യൂസ് ചെയ്യാം, ഫാമിങ്ങിന് യൂസ് ചെയ്യാം. ക്രീച്ചേഴ്സ് ഇൻ ദ സോയിൽ. എന്തൊക്കെ ക്രീച്ചേഴ്സ് ആണ് സോയിലിലുള്ളത്? എർത്ത് വർം, മൈറ്റ്സ്, സെന്റിപീഡ്സ്. പിന്നെ വാട്ടർ സോഴ്സസ്. വാട്ടർ സോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് റെയിൻ ആണ്. പിന്നെയുള്ള വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് നദി, പിന്നെ കുളം, ലേക്സ് എക്സെട്ര ആണ് എന്താ വാട്ടർ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കുട്ടൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ റിവർ സൈഡ് ടു പ്ലേ. ദേ ത്രൂ ദ സ്വീറ്റ് വേപ്പേഴ്സ് ഇൻ ടു ദ വാട്ടർ. എ ഫിഷ് ഫ്രം ദ റിവർ ടോൾഡ് ദം. അപ്പോൾ കുട്ടനും കുട്ടൻ്റെ ഫ്രണ്ട്സും കൂടെ നദീൻ്റെ സൈഡിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്തു? അവർ കഴിച്ചിട്ട് മുട്ടായിൻ്റെ കടലാസ് ആ വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോൾ ആ വെള്ളത്തിലുള്ള ഫിഷ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ദ റിവർ ഇസ് ഇമ്പോർട്ടൻറ്റ് ടു അസ് ജസ്റ്റ് ആസ് യുവർ ഹോം ടു യു. നദി എനിക്ക് മീനിന് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇമ്പോർട്ടൻ്റ് അതുപോലെ എനിക്ക് ഈ നദി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ ഫിഷ് പറയുകയാണ്. അപ്പോൾ ഡു യു എഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? ഈ ഫിഷിൻ്റെ ഒപ്പീനിയന് കൂട്ടുകാർ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. വൈ? വാട്ട് ഷുഡ് വി ഡു ടു പ്രൊട്ടക്ട് ദ വാട്ടർ സോഴ്സ്? വാട്ടർ സോഴ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് നോക്കാം. യെസ്, ഐ എഗ്രി വിത്ത് ദ ഫിഷ് ഒപ്പീനിയൻ ബിക്കോസ് വാട്ടർ ഇസ് ദ ഹാബിറ്റാറ്റ് ഓഫ് ഫിഷസ് ലൈക്ക് അവർ ഹോം. അപ്പം ഞാൻ ഈ മീൻ പറയുന്ന ഒപ്പീനിയനോട് എഗ്രി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മീനിൻ്റെ ഹാബിറ്റാറ്റാണ്, മീനിൻ്റെ ആവാസ വ്യവസ്ഥയാണ് നദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് വി പുട്ട് പ്ലാസ്റ്റിക് വേസ്റ്റസ് ടു വാട്ടർ ബോഡീസ് ഇറ്റ് വിൽ എഫക്ട് ദ ഫിഷസ് ലൈഫ്. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുപോയിട്ട് ഈ നദിയിലേക്ക് ഒഴുക്കി വിടുമ്പം ആ നദിയിലുള്ള ജീവജാലങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി മാറും. ഓക്കെ, മറ്റുള്ളവർ നമ്മുടെ വീട്ടിനുള്ളിൽ വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അതുപോലെ മീന് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വേസ്റ്റ് മെറ്റീരിയൽ നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ മീനിന് ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. കളക്ട് സം സ്റ്റോൺസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ക്രഷ് ദം വെൽ. നമുക്ക് കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ട് അതിനെ നന്നായിട്ട് പൊടിക്കാനാണ് പറയുന്നത്.
Draw pictures of flowers and other things on a chart paper. ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ, ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സ്റ്റിക്ക് ദ പൗഡേർഡ് സോയിൽ ടു ദ പിക്ചേഴ്സ് യൂസിങ് ഗം. എന്നിട്ട് ഈ നമ്മൾ പൊടിച്ചു വെച്ച മണ്ണ് ഈ ചിത്രത്തിൻ്റെ മേലെ ഗമ്മ് തേച്ചിട്ട് ഈ പൗഡർ അതിൻ്റെ മേലെ കൂടെ വെതറിയിട്ട് പിക്ചേഴ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത്. Organize an exhibition in your school using different types of soil collected. എന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു എക്സിബിഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.